സർക്കാരിനെതിരെ പോരിനിറങ്ങിയാണ് സമസ്ത. ഈ പ്രാവശ്യം വിഷയം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ സമയമാറ്റമാണ്. സമീപകാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാവുമ്പോൾ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും ഒരു വിഭാഗം എപ്പോഴും എതിര് പറയുകയാണ്. ആദ്യത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സൂംബ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളം ചർച്ച ചെയ്ത കാര്യമാണ്. സൂംബ എന്നത് എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു എന്നൊക്കെ നമുക്കറിയാം. അതായത് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പഠനത്തിൽ, അതായത് കേരളത്തിൽ ലഹരി ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ അത് കുട്ടികളിലും ഉണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തുകയും അതിനെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്നതെന്ന് ഒരു പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയൊരു കണ്ടെത്തലാണ് കുട്ടികളുണ്ടാകുന്ന സ്ട്രെസ് മൂലമാണ് എന്ത് ചെയ്യുന്നത്, വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ അവരുടെ ഒരു പഠനത്തിൽ അവർ മനസ്സിലാക്കിയത് സ്ട്രെസ്സാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ സൂംബ ഡാൻസ് കൊണ്ടുവരാൻ എന്താക്കുന്നു, വിദ്യാഭ്യാസം തയ്യാറാവുന്നു, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ത് ചെയ്യുന്നു, സ്കൂളുകളിൽ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഒരു പീരീഡ് എന്ത് ചെയ്യണം ഇതിനുവേണ്ടി മാറ്റി വെക്കണം എന്ന് പറയുന്നുണ്ട്. നിർബന്ധിക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക്, അതായത് അവരുടെ ഒരു സ്ട്രെസ്, കാരണം പഠനത്തിന്റെ സ്ട്രെസ് ഉണ്ടാവും, പല രീതിയിലുള്ള വീട്ടുകളിലുള്ള പ്രഷർ, പല രീതിയിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അപ്പം അവർ കണ്ടെത്തിയോട് പഠനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്കൊരു മാറ്റം, ലഹരിയിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് അവർ എൻഗേജ് ആയാൽ മാത്രമേ ആ ഒരു എന്ത് ചെയ്യുന്ന അതിലേക്ക് തിരിയാതിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് അടിമപ്പെടാതെ വേറെ രീതിയിൽ അവരെ എൻഗേജ് ആക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സർക്കാർ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടിരുന്നു. അതിനെതിരെയും ഈ വിഭാഗം എന്ത് ചെയ്യുന്നു, വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കേരളത്തിലുടനീളം പത്രസമ്മേളനം, അല്ലെങ്കിൽ സർക്കാർ ചെയ്ത് തെറ്റാണ്. അതായത് സൂംബ എന്ന് പറയുന്നത് ഒരു കായിക ഇനമാണ്. അത് ഒരു റിഫ്രഷ്മെന്റിന് ഒരു സ്പോർട്സ് ഐറ്റം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പം അവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മതപരമായ അതൊരു തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിൽ അത് പറയുന്നില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലെന്നില്ല എന്നാണ്. സൂംബ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയെ സ്കൂളിൽ കൊണ്ടുവരുന്നതിന് എതിർത്ത് ആദ്യം രംഗത്ത് വന്നത് വിസ്ഡം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന TK അഷ്റഫ് എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് കുറിക്കുന്നു. സൂംബ എന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തിന് അത് മതപരമായ തെറ്റാണ്, അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടത്തില്ല, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടത്തില്ല, കുട്ടികൾ ആണും പെണ്ണും എന്ത് ചെയ്യുന്നു അവിടെ മിങ്കിളാവും, അത് പല തെറ്റിലേക്കും പോകുന്നൊക്കെ അവരുടെ ഒരു അസംഷനാണ്. അതായത് കുഞ്ഞു കുട്ടികളാണ്, ചെറിയ സ്കൂളിൽ അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് എന്ത് ചെയ്യുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവരതിനെ വ്യാഖ്യാനിച്ച് പല രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു ഡ്രസ്സിന്റെ ഇറക്കം, എന്തിനാണ് ഇപ്പോൾ ഈ ഡ്രസ്സിന്റെ ഇറക്കമൊക്കെ നോക്കേണ്ട ആവശ്യം, അതൊരു സ്കൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർ ആർട്സിന് എതിർ നിൽക്കും. അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ സമൂഹത്തിൽ എന്തുകൊണ്ടെന്നോ അവരെന്തിനെ എതിർ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സ്വഭാവം എന്നാണ് എതിർക്കുക, എഗെയിൻസ്റ്റ്. എന്തൊരു നല്ല കാര്യം സമൂഹത്തിൽ വന്നാലും എഗെയിൻസ്റ്റ് നിൽക്കുക എന്നാണ് ഒരു വിഭാഗത്തിന്റെ എപ്പോഴുള്ളൊരു ടേം. അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചതോ അവർ പഠിക്കുന്നതായ കാര്യമായിരിക്കും. ഒരു കാര്യമില്ല, ചുമ്മാ സമൂഹത്തിൽ എന്തുകൊണ്ടെന്നാലും എതിർക്കുക, അതിനെ എഗെയിൻസ്റ്റ് നിൽക്കുക, അതിന് കുറെ പത്രസമ്മേളനം നടത്തുക, അതിനെതിരെ കുറെ പ്രതിഷേധിക്കുക. അതാണ് അവരുടെ ലൈൻ. അതിനെതിരെ സൂംബയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. ഒരുപാട് വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവരുടെ മതം അങ്ങനെ പറയുന്നു, അവരുടെ മതം ഇങ്ങനെ പറയുന്നു. അതായത് കേരളം എന്ന് പറയുന്നത് വളരെയധികം അസൗഹാർദ്ദമായ ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, കേരളത്തെ എന്ത് ചെയ്യുന്നു, അവരൊരു താലിബാൻ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു താലിബാൻ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ. അതായത് അവർ പറയുന്നത് മാത്രമേ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അവർ പറയുകയാണ് ഇത് ചെയ്യാൻ പറ്റുന്ന ഉടനെ സർക്കാർ അത് പിൻവലിക്കണം, സർക്കാർ അതിനായിട്ട് മുന്നോട്ട് പോകരുത്, മുന്നോട്ട് പോയി ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ അതിനെതിരെ മുന്നോട്ട് സമരമായിട്ട് പോകും. അതിനെതിരെ ശക്തമായ നിലപാടാണ് നമ്മുടെ സർക്കാർ എടുത്തിട്ടുള്ളത്. അതായത് എടുത്ത തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോകത്തില്ല, അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ട് പോകത്തില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, ചെയ്യേണ്ടാത്തവർക്ക് ചെയ്യേണ്ട. അതായത് സ്കൂളിലാണ് നടത്തുന്നത്, സ്കൂൾ യൂണിഫോമിലാണ്, അല്ലാതെ ആരും അവിടെ വന്ന് ട്രൗസറോ ബനിയനിട്ടോ ചെയ്യുന്നില്ല. അവർ ആ സ്കൂൾ യൂണിഫോമിൽ എന്ത് ചെയ്യുന്നു, ഒരു പീരീഡ് നമ്മൾ PT വേണ്ടി മാറ്റി വെക്കുന്ന പോലെ ഇതിനുവേണ്ടി മാറ്റി വെക്കുന്നു. ഇങ്ങനെ തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ഓരോ വിവാദങ്ങൾ കണ്ടുപിടിച്ച്, അതായത് അവരുടെ മതം ഇത് പഠിപ്പിക്കുന്നു, അവരുടെ മതം അത് പഠിപ്പിക്കുന്നു പറഞ്ഞ്, അല്ലെങ്കിൽ ബാക്കിയുള്ള പിള്ളേരുടെയും കൂടെ ആഗ്രഹത്തെ എന്ത് ചെയ്യുന്നു, അവർക്ക് അത് ചിലപ്പോൾ സൂംബ ഡാൻസ് ചെയ്യണമെന്നുണ്ടാവും. സ്കൂളെന്ന് പറയുന്നത് അത്ര സൗഹാർദ്ദപരമായ ഒരു ഇടമാണ്. അവിടെ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഇക്വാലിറ്റിയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ 20-ാം നൂറ്റാണ്ടല്ല 19-ാം നൂറ്റാണ്ട് പോലെ സമൂഹമല്ല. വളരെ എന്ത് ചെയ്തു, ഫ്രണ്ട്ലി ആയിട്ടുള്ള അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവർ ഈ 19-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്തവരോ
നിയമവുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ മതം അത് പറയുന്നു, അവരുടെ മതം ഇത് പറയുന്നു പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവർ വണ്ടി കയറി വരികയാണ്. എന്നിട്ട് ഇങ്ങ് പ്രതിഷേധിക്കുക, ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം, അതിനെതിരെ സമ്മേളനങ്ങൾ നടത്തുന്നു. എന്തിനാണ്? അവരുടെ ഇടയിൽ തന്നെ ഇതിന് ഭിന്നാഭിപ്രായമാണ്. അതായത് ഒരുപാട് വ്യക്തികൾ ഇതിനെതിരെ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് 19ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവരുടെ, അല്ലെങ്കിൽ തലയ്ക്ക് ഓളം ഇല്ലാത്തവരുടെ, അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തവരുടെ ഒരു സൃഷ്ടിയാണെന്ന്, അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു റെലവൻ്റ് അല്ല, ഈ ഒരു കാലഘട്ടത്തിൽ റെലവൻ്റ് അല്ല എന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അവരതിനെ പ്രതിഷേധിക്കുന്നു. പക്ഷെ സർക്കാർ കൃത്യമായി തീരുമാനമെടുത്തു, വിദ്യാഭ്യാസ വകുപ്പ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ മാറ്റം കൊണ്ടുവരാൻ ആരും ഇതാക്കേണ്ട ആവശ്യമില്ല. അവരൊരു തീരുമാനം എടുത്താണ്, അത് തീരുമാനമാണ്. അത് വളരെയധികം ശിവൻകുട്ടി ആ തീരുമാനത്തിൽ വളരെയധികം ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു തീരുമാനം. കാരണം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിയമങ്ങൾ മാറ്റാനോ അവർ കൊണ്ടുവന്ന പുതിയൊരു കാര്യം മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു വിഭാഗത്തിൽ മാത്രം പിള്ളേർ മാത്രമല്ല ഈ കേരളത്തിൽ പഠിക്കുന്നത്, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ അല്ല പഠിക്കുന്നത്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ സൗഹാർദ്ദപരമായ കാര്യമാണ്. അവരുടെ ഇടയിലേക്ക് മതം ഇഞ്ചക്ട് ചെയ്ത് പിള്ളേരുടെ മുമ്പിൽ തന്നെ, അല്ലെങ്കിൽ പിള്ളേരുടെ ഇടയിൽ തന്നെ ഒരു ഡൈവേഷൻ, അതായത് ഇന്ന മതം അങ്ങനെ മതത്തെ എന്ത് ചെയ്യുന്നു, പഠന കേന്ദ്രത്തിൽ വരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മതത്തിൻ്റെതായ ഒരു ഇതുണ്ട്. അതെന്തിനാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന ആവശ്യം? അതാണ് സൂംബയുടെ വിവാദത്തിലുണ്ടായിട്ടുള്ളത്. മതം എന്ത് ചെയ്യുന്നു, അതിനകത്ത് കുത്തിക്കയറ്റാൻ നോക്കുന്നു. അവരുടെ മതം അത് പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ മതം എന്ന് പഠിപ്പിച്ചോട്ടെ, അത് ബാക്കിയുള്ളവർ കേൾക്കേണ്ട ആവശ്യം എന്താ? അതെന്തിനാണ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഒരു മതത്തെ കുത്തിക്കെട്ടിക്കൊണ്ടുവരുന്നത്? അതാണ് ഒന്നാമത്തെ വിഷയം, സൂംബ. അത് ഒരുപാട് കത്തിക്കേറി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നോക്കി, സർക്കാർ പിന്നോട്ട് പോയില്ല, അതിൽ നിന്ന് പിൻവലിഞ്ഞു. അതായത് അടുത്തൊരു തീരുമാനമായിട്ട് പിന്നെ അടുത്തൊരു ഉടക്ക് എന്താണെന്ന് അവർ കണ്ടെത്തുകയാണ്. ഇനി എന്താണ് ഉടക്കാൻ പറ്റുക സർക്കാരുമായിട്ട്? അതായത് അടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ സ്കൂൾ സമയമാറ്റം. സ്കൂൾ സമയമാറ്റം എന്ന് പറഞ്ഞാൽ അവിടെയും വിദ്യാഭ്യാസത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മതത്തിനാണ്. സൂംബയിലും അതാണ്, കുട്ടികളുടെ ലഹരിക്ക് അടിമപ്പെടുന്നതോ കുട്ടികൾ തെറ്റ് വഴിയിലേക്ക് പോകുന്നതല്ല, മതം എന്ത് പഠിപ്പിക്കുന്നു, മതമാണ് വലുത്, മതമല്ല വലുത്. മതം വെറും 0 ആണ്. മനസ്സിലാക്കിയില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മതം ഉണ്ടായിട്ട് ഒരാളും എവിടെ എത്തിയിട്ടില്ല. മതഭ്രാന്ത് പിടിച്ച് നടക്കുക എന്നല്ലാതെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുട്ടികളും ഒരു വ്യക്തിയും എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ സമയമായിട്ട് എന്ന് പറഞ്ഞാൽ 10 മണിക്കുള്ളത് 9:45, വൈകുന്നേരം 4 മണിക്ക് വരുന്നത് 4:15, വെറും 15 മിനിറ്റ് ഡിഫറൻസ്. അതായത് ടോട്ടൽ ഒരു അരമണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുന്നു. വേറെ ഒന്നിനുമല്ല, കളിക്കാനല്ല, ചിരിക്കാനല്ല, അവരുടെ പഠനത്തിന് വേണ്ടിയാണ്. അതിനെതിരെ എന്ത് ചെയ്യുന്നു, ഒരു വിഭാഗങ്ങൾ വരികയാണ്. അതായത് ഞങ്ങൾ അതിനെ എതിർക്കും. 10-ാം തീയതി എന്ത് ചെയ്യുന്നു, കോഴിക്കോട് വെച്ചിട്ട് അതിൻ്റെ പ്രതിഷേധ സംഗമം നടക്കുകയാണ്. എന്തിനു വേണ്ടി? സ്കൂൾ സമയമാറ്റം. അവരുടെ മതപഠനം എന്ത് ചെയ്യുന്നു, മുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. 20 ലക്ഷം പിള്ളേർ അവർ മതം പഠിക്കുന്നുണ്ട്, അവർക്കൊരു അവരുടെ പിള്ളേർ മതം പഠിക്കുന്നുണ്ടെങ്കിൽ അവർ മതം പഠിച്ച് വീട്ടിലിരിക്കട്ടെ, സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല. അവർക്ക് സ്കൂളാണ് ഇമ്പോർട്ടൻ്റ്, സ്കൂളിൽ വരിക. മതം പഠിച്ച് വീട്ടിലിരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ. അതായത് 20 ലക്ഷം പിള്ളേർക്ക് വേണ്ടി കേരളത്തിലെ മറ്റ് നാനാ മതസ്ഥരുള്ള പിള്ളേർ മാറണം. എല്ലാ മതക്കാർക്കും ഉള്ളൊരു ഇമ്പോർട്ടൻസ് ഇവർക്കും ഉള്ളൂ. അല്ല, ഇവർക്ക് പ്രിവിലേജ് ഒന്നുമില്ല. മനസ്സിലാക്കിയില്ലേ? ഇവരുടെ പിള്ളേർക്ക് മതം പഠനത്തിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ അവർ മതത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, അവർ വീട്ടിൽ നിന്ന് പഠിച്ചോട്ടെ. ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, വേണേ പഠിച്ചാൽ മതി. ഭ്രാന്തൻ ചിന്താഗതി, മതം എന്ന ഭ്രാന്ത് തലയിൽ കയറിയിട്ട് ഒരു ഭ്രാന്തൻ ചിന്താഗതിയായിട്ട് ഇറങ്ങുകയാണ്. സ്കൂൾ സമയമാറ്റം അരമണിക്കൂർ കൂട്ടിയതിന്, അതായത് രാവിലെ 15 മിനിറ്റ് വൈകുന്നേരം 15 മിനിറ്റ് കൂട്ടിയതിന് വേണ്ടി പ്രതിഷേധിക്കുകയാണ്. ഉളുപ്പുണ്ടോ? ഉളുപ്പ്. കേരളമല്ലേ ഇത്, അല്ലാതെ താലിബാനൊന്നും അല്ലല്ലോ ഈ ഉളുപ്പില്ലാത്ത പരിപാടിയെ മുന്നോട്ട് പോകാൻ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മതത്തിന് മുന്നോട്ട് പോയിട്ട് എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? ഈ പിള്ളേരുടെ ഇടയിലേക്ക് ചെറുപ്പം തൊട്ടേ മതം ഇഞ്ചക്ട് ചെയ്തിട്ട് എന്തിനാണ് ഒരു ഡൈവേഷൻ ഉണ്ടാക്കുന്നത്? എല്ലാത്തിനും ഇവർക്കൊരു ഇടങ്കോഴിടൽ, അല്ലെ ഇവർക്ക് എന്ത് ചെയ്യുക, എഗെയിൻസ്റ്റ് നിൽക്കാനാണ് പണി. ഇവരുടെ താല്പര്യത്തിനൊത്ത് സർക്കാർ മാറണം. സർക്കാർ വരുമോ? അത് ഇവർ പറയുന്നതാണ് നിയമം, ഇവർ പറയുന്നത് അംഗീകരിക്കാൻ പാടുള്ളൂ. ഇവരാരെ ഇവിടുത്തെ സർക്കാർ? ഞാൻ പറയുന്നത് ഈ തീരുമാനത്തിന് പുറകോട്ട് പോകാൻ പാടില്ല. സർക്കാർ സൂംബ വിഭാഗത്തിലെടുത്ത സ്റ്റാൻഡ് പോലെ ഈ സമയമായിരുന്നു പുറകോട്ട് പോകാൻ പാടില്ല. ഇത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമാണ്. കാരണം അവർക്കൊരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കവർ ചെയ്യാൻ പറ്റും, അത്രയും പാഠങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇവർക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് ടൈമിൽ ഒരുപാട് ലീവുകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആവാതെ ഈ അരമണിക്കൂർ ആകുമ്പോൾ ഒരു പീരീഡ് കഴിയാണ്. ഒരു വിഷയത്തിന് അത്രയും എന്ത് ചെയ്യുന്നു, ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിന് പകരം മതപഠനമാണ് വലുത്, മതത്തിന് പിള്ളേർക്ക് മതപഠനം നടത്താൻ മതപഠനം നടത്താൻ വീട്ടിലിരുത്തിയാൽ മതി, സ്കൂളിൽ വിടേണ്ട ആവശ്യമില്ല. ഒരു മതം പഠിച്ച് ചോദിക്കോട്ടെ. എന്തിനാണ് ഈ ബാക്കിയുള്ള പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നത്? തിരിച്ചറിയുക, ഇത് കേരളമാണ്. ഒരിക്കലും ഇത് താലിബാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മതത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലമല്ല. ഇവിടെ നാനാ മതസ്ഥർ ജീവിക്കുന്നുണ്ട്, നാനാ മതസ്ഥർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം പ്രിവിലേജ് കൂടുതൽ കിട്ടണം, അതിനുവേണ്ടി സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, ഉളുപ്പില്ല എന്ന് തന്നെ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇവരൊക്കെ മതത്തിനെ തലയിൽ കയറ്റി മതപരമായി നടക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ഒരിക്കലും നേരം എടുക്കത്തില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ഒരു 15 മിനിറ്റ് ക്ലാസ് കൂട്ടി സമരമായി ഇറങ്ങാന്ന് പറയുന്നത് എന്ത് മ്ലേച്ഛകരമായ കാര്യമാണ്. ഇവരൊക്കെ ഏതൊരു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ എടുത്ത തീരുമാനത്തിൽ, സർക്കാർ സൂംബയിൽ എടുത്ത തീരുമാനം എന്താണോ അതിൽ നിന്ന് പുറകോട്ട് പോകാതെ സ്കൂൾ സമയത്തിനും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവരിനി സമരങ്ങൾ ഉണ്ടാക്കിയാലും ഇവരിനി ഹർത്താൽ ഉണ്ടാക്കിയാലും ഇവരിനി എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു മതത്തിന് മാത്രം പ്രിവിലേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. 10 വോട്ട് കൂടുതലുണ്ട്, ഒരു വീട്ടിൽ ഒരു 10 വോട്ട് ഉണ്ടെന്ന് വെച്ചിട്ട് സർക്കാർ ഒരിക്കലും ഈ എടുത്ത തീരുമാനത്തിന് പിന്മാറരുത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മതമല്ല ഇമ്പോർട്ടൻ്റ്, മതം വെറും 0 ആണ്. ഇനി ഇതിന്റെ പേരിൽ ഇവർ എന്തൊക്കെ സമരമുറകൾ കേരളത്തിൽ കൊണ്ടുവന്നാലും അതിനൊക്കെ പുച്ഛിച്ച് തള്ളാന്നുള്ളൂ. സർക്കാർ ഇവരുടെ ഒപ്പം താളം തുള്ളിയാൽ നമ്മുടെ കേരളം ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുന്നു, താലിബാനിലേക്ക് തന്നെ പോകും. സർക്കാർ എടുത്ത തീരുമാനത്തിൽ മുന്നോട്ട് പോവുക, വിദ്യാഭ്യാസ മേഖല എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ലഹരിക്കെതിരെ സൂംബയാണോ എന്ത് രീതിയിലാണ് ഇത് കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരിക. വിദ്യാർത്ഥികളെ രക്ഷിക്കുക. വിദ്യാർത്ഥികളാണ് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ നാളെ വളർന്നു വരുന്ന സമൂഹത്തിൽ അവർ ഓരോ നിലയിലെത്തേണ്ട ആളുകളാണ്. അവരാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ, അല്ലാതെ മതമല്ല. മതം പഠിച്ചിട്ടല്ല പിള്ളേർ മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ ലോകത്തിന് മുമ്പിൽ തന്നെ എടുത്തു പറയപ്പെട്ട ഒരു വിദ്യാഭ്യാസ മേഖലയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കേരളത്തിലുള്ളത്. അതിന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്കും ടീമിനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂംബ വിഭാഗത്തിലെടുത്ത അതേ തീരുമാനം എന്ത് ചെയ്യുന്നു, ആ നട്ടലോടെടുത്ത തീരുമാനം തന്നെ ഈ ഒരു കാര്യത്തിലും എടുക്കുക. കാരണം വിവാദമായി ഇവരിപ്പോൾ ഇനിയും വരും. ഇവർ സമൂഹത്തിൽ നന്മയുള്ള കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് വെക്കില്ല. ഇവരെല്ലാത്തിനും എതിര് നിന്നാണ് ഇവർക്ക് പഠിച്ച ശീലം. അവരതിനെ നിൽക്കത്തുള്ളൂ. നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. ചിന്തിച്ചു നോക്കുക, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, അല്ല വേറെ ഒന്നിനും തോന്നിവാസത്തിന് വേണ്ടിയല്ല, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മതം എന്ന തോന്നിവാസം വിദ്യാഭ്യാസ മേഖല കടന്നു കയറാതെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത് വിദ്യാർത്ഥികളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കും ബോധവും വിവരവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.